ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്ലിസറിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഗ്ലിസറിൻ വെച്ചിട്ട് ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് നാളുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗ്ലിസറിൻ എന്താണെന്ന് പരിചയപ്പെടാം. ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എന്ന് വേണമെങ്കിൽ, നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മോയ്സ്ചറൈസർ ആണെന്ന് പറയാം. ഗ്ലിസറിൻ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ നിന്നും പിന്നെ മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്നും ഒക്കെയാണ് ഗ്ലിസറിൻ ഉണ്ടാക്കുന്നത്. രണ്ട് തരം ഗ്ലിസറിൻ ഉണ്ട്. അത് വെജിറ്റബിൾ ഗ്ലിസറിനും ഉണ്ട്, അല്ലാതെ മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്ന് എടുക്കുന്ന ഗ്ലിസറിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫേസിൽ ഉപയോഗിക്കാനായിട്ട് എപ്പോഴും നല്ലത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് നല്ലത്. അത് വെജിറ്റബിൾ ഓയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഗ്ലിസറിനാണ് നല്ലത്. ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കൊഴുപ്പ് പോലെ ഇരിക്കുന്ന ഒരു ദ്രാവകമാണ്. അതായത് അതിന് പ്രത്യേകിച്ച് കളറോ മണമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള കൊഴുപ്പ് പോലുള്ള ഒരു ലിക്വിഡാണ് ഗ്ലിസറിൻ. ഈ ഗ്ലിസറിൻ നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ കോസ്മെറ്റിക് സാധനങ്ങളിലും ഉപയോഗിക്കുന്നതാണ് ഗ്ലിസറിൻ. അതായത് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ്, നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ്, നമ്മുടെ സോപ്പ്, ഫേസ് വാഷ്, ഇതിലെല്ലാം തന്നെ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലിസറിൻ നമ്മുടെ ബേബീസിൻ്റെ ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബേബീസിൻ്റെ സോപ്പിലും അവരുടെ ഓയിലിലും ഒക്കെ ഈ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലിസറിൻ അത്രത്തോളം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ എപ്പോഴും മോയ്സ്ചറൈസിങ് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഈ ഗ്ലിസറിൻ സഹായിക്കും. പിന്നെ ഈ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ കളർ ചേഞ്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഗ്ലിസറിൻ നമ്മുടെ ആക്നെ കുറയ്ക്കാനും നമ്മുടെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനും നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ തരാനും ഗ്ലിസറിൻ സഹായിക്കും. ഇത് ഏറ്റവും കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മളിപ്പോൾ വെയിൽ കൊണ്ടിട്ട് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ തീയുടെ അടുത്ത് നിന്നിട്ട് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരുപാട് ലൈറ്റൊക്കെ അടിച്ചിട്ട് വരികയാണെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആവാനും സ്കിന്നിൽ ഏറ്റിട്ടുള്ള കരിവാളിപ്പും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറാനും ഗ്ലിസറിൻ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഈ ഗ്ലിസറിൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല യങ്ങായിരിക്കുവാനും നല്ല മോയ്സ്ചറൈസിങ് ലോക്ക് ചെയ്ത് വെച്ച് നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ടും ഈ ഗ്ലിസറിൻ സഹായിക്കും. അപ്പോൾ ഈ ഗ്ലിസറിൻ എപ്പോഴും നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഗ്ലിസറിൻ ഒരു കൊഴുപ്പുള്ള ഒരു ദ്രാവകമാണ്. അപ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല. അപ്പം ഗ്ലിസറിനോടൊപ്പം തന്നെ ഒന്നുകിൽ അലോവേര ജെല്ല് അല്ലെങ്കിൽ റോസ് വാട്ടർ, ഇത് ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിക്കാനായിട്ട്. അപ്പം നമുക്കിന്ന് ഒരു നൈറ്റ് ക്രീം, ഗ്ലിസറിൻ വെച്ചിട്ടുള്ള ഒരു നൈറ്റ് ക്രീം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വീട്ടിൽ തന്നെയുള്ള ചെറിയ 2-3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്കിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ ഞാനൊരു ബൗളെടുത്തു, അതിലോട്ട് കുറച്ച് അലോവേര ജെൽ ഇട്ട് കൊടുക്കുകയാണ്. അതായത് 1 സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം വേണ്ടത് നമുക്ക് ഗ്ലിസറിനാണ് വേണ്ടത്. ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് സ്കിന്നിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഗ്ലിസറിനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയ ഒരു ഗ്ലിസറിനാണ് കേട്ടോ. മെഡിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ കിട്ടിയില്ല. അപ്പോൾ ഞാനതുകൊണ്ട് ഓൺലൈൻ വഴിയാണ് വാങ്ങിയത്. പിന്നെ അതിനുശേഷം വേണ്ടത് വിറ്റമിൻ ഇ ഓയിലാണ്. ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഒരു ക്യാപ്സ്യൂൾ മാത്രം നമ്മൾ എടുക്കുക. ഇത് നമുക്ക് ഒരു സ്ട്രിപ്പിന് 30-40 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വിറ്റമിൻ ഇ ഓയിൽ നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. സ്കിന്നിലുണ്ടാകുന്ന പാടുകളൊക്കെ മാറാനും, അതായത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസൊക്കെ മാറ്റിയിട്ട് പുതിയൊരു സ്കിന്ന് നമുക്ക് തരും. അതാണ് ഈ വിറ്റമിൻ ഇ ഓയിലിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ സ്കിന്നിലെ പാടൊക്കെ നന്നായിട്ട് മാറാനായിട്ട് വിറ്റമിൻ ഓയിൽ ഒരുപാട് നല്ലതാണ്. അപ്പോൾ നമ്മളിത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് അധികം നേരം തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണമെങ്കിലാണ് നമുക്ക് ആ ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലൊരു വെള്ള കളറിൽ നമുക്കൊരു കറക്റ്റ് ഒരു ക്രീമിൻ്റെ പോലെ തന്നെ, ഒരു മോയ്സ്ചറൈസറൊക്കെ പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ക്രീം ഉണ്ടാക്കുന്നത്. ഇനി ഞാനിതാ നൈറ്റ് ഞാൻ എൻ്റെ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ മുഖത്തോട്ട് നമ്മളുണ്ടാക്കിയ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അല്പം മാത്രം മതി. അത്രയും എടുത്തിട്ട് നമ്മുടെ മുഖത്തിൻ്റെ എല്ലാം നമുക്ക് കണ്ണിനടിയിലൊക്കെ ഈ ക്രീം ഇട്ട് കൊടുക്കാം. കണ്ണിനടിയിലുള്ള കറുത്ത പാടൊക്കെ മാറാൻ ഇത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അത് മുഖം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പം
ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.